Good afternoon. Good afternoon, ma'am. Good afternoon. Individual difference ആണ് ചാപ്റ്റർ അനി എടുത്തായിരുന്നോ? കേൾക്കാമോ? ഇല്ല. ഇല്ല. ഇല്ല മാം, എടുത്തിട്ടില്ല. മാം ഇപ്പൊ സൈക്കോളജി അല്ലേ? സൈക്കോളജിയുടെ ചാപ്റ്റർ അല്ലേ കഴിഞ്ഞിട്ടില്ലല്ലോ? കേൾക്കുന്നില്ല കേട്ടോ. സൈക്കോളജിയുടെ ചാപ്റ്റർ അല്ലേ എടുക്കണേ? 57 പേജ് നമ്പർ. അതല്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനിൽ എടുത്തോന്ന് ചോദിച്ചാൽ. ഇല്ല മാം, എടുത്തിട്ടില്ല. എക്സാമിന്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ടൈം എക്സാം അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് വീക്കോടുകൂടി ഉണ്ടാവും ലാസ്റ്റ്. അറിയിക്കാം, ഇൻഫർമേഷൻ വരും. നിങ്ങൾ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ ചാപ്റ്റർ? ഇല്ല മാം. ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ എടുത്തോ? എന്താ മാം, കേട്ടില്ല. ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജിയുടെ ലാസ്റ്റ് പാരഗ്രാഫ് എടുക്കണം. ആസ് ദ ചിൽഡ്രൻസ് ആൻഡ് നമ്മൾ ബ്രീഫ് ചെയ്തെടുത്ത് പോകുന്നുള്ളൂ. അപ്പൊ അവിടെ നീഡ് എന്ന ചാപ്റ്റർ തീർക്കണം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് തീർക്കാനുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നാണ് എക്സാം പറയുന്നത്. പ്രയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമായിരിക്കും. പ്രയർ മാത്രം മതി കേട്ടോ. ഓക്കെ മാം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. ഈ കലാലയം നമുക്കു നിത്യവും ഹലോ ഹലോ ഹലോ, എന്തേലും മാമ എന്തേലും പറഞ്ഞോ? ഇല്ല, കണ്ടിന്യൂ. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വകേയമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Yes. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയാനുണ്ടല്ലേ? ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജിയിലെ ലാസ്റ്റ് പറയണം. As a children undergoing pre-primary education are very young and not much expected of the society or large environment. A teacher must intensively care dealing with them
They're very subtle and sensitive. They are likely to absorb or internalize anything they come across. A teacher who engaged in at this very young generation of society is expected to have a good knowledge of psychology of their children. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ ലീഡ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികളാണ് അല്ലെ. അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ കെയർഫുൾ ആയിട്ട് അല്ലെ, വളരെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ലാർജർ എൻവയോൺമെന്റിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, അവരെപ്പോഴും സബ്റ്റൽ ആൻഡ് സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. എന്താണ് സബ്റ്റൽ ആൻഡ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്? സെൻസിറ്റീവ് എന്താണ്? അവർക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും മറച്ചു വെക്കാൻ കഴിയാതെ എന്ത് ഇമോഷൻ വന്നാലും അത് അപ്പളെ തന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടറായിരിക്കും. കുഞ്ഞുങ്ങളെ എപ്പോഴും നിഷ്കളങ്കരാണ്, വളരെ സെൻസിറ്റീവ് ആണ്. അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാതെ തന്നെ എന്താണ് ആ ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് പ്രോസസ്സിംഗ് ആണ് കുഞ്ഞുങ്ങൾ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്താണ്, അതായത് വലിയ കാര്യങ്ങളൊന്നും വളരെ വലിയ കാര്യങ്ങളൊന്നും കുട്ടികൾ എന്താണ് അർത്ഥം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് വളർന്നു വരുന്നത് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, അപ്പം അത്തരം രീതിയിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കെയർഫുൾ ആയിട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ടീച്ചർ മീൻസ് എൻഗേജ്ഡ് ആൻഡ് ഡിസ്റ്റൻസ് വെരി യങ് ജനറേഷൻ ഓഫ് ദി സൊസൈറ്റി. നിങ്ങളാണല്ലോ, നമ്മുടെ അധ്യാപകരാണ് യുവതലമുറയെ വളർത്തിരുന്നത്. യങ് ജനറേഷനെ നമ്മളാണ് വളർത്തിയെടുക്കുന്നത്. പക്ഷെ എങ്ങനെയായിരിക്കണം കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? ഒരു യുവതലമുറയെ മുന്നോട്ട് കൊണ്ടുവരുമ്പോ ഏകദേശം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലായിരിക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്? ഒരു മനഃശാസ്ത്രപരമായിട്ട് അവരെ കുറിച്ചിട്ട് അല്ലെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രം കൂടുതലായി അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ആ കുട്ടികളെ ആ സമയത്ത് ഡീൽ ചെയ്യുന്നത്. ഒരു ന്യൂ ജനറേഷനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിലും എങ്ങനെയായിരിക്കണം, അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ നീഡ്സും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെന്റൽ പ്രോസസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് സ്പീഡിൽ എടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുന്നത്? ഇവിടെ ഓരോ വരികളുടെ അർത്ഥം പറയാനിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാസ് ഒരുപാട് ബ്രീഫ് ചെയ്ത് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ് നോക്കുന്നത് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ ആണ്. As Montessori teachers are expected to communicate with the children of age group 3 to 6. They must know their general behavioral groups, individual behavior, each one's family background and social background, etc. നിങ്ങൾ ലീഡ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 3 to 6 ഇയേഴ്സിലെ കുഞ്ഞുങ്ങളാണ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ട് അവരുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത് ജനറൽ ബിഹേവിയർ എന്തൊക്കെയാണ്, ഒരു ഗ്രൂപ്പിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ആയിട്ട് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, സൊസൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊത്തത്തിലുള്ള ബിഹേവിയറിനെ കുറിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അധ്യാപകരെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. The children face different problems in their family and environment. The rate of addiction of language changes according to the environment of each child. Emotion, motivation, and intelligence are also found in varying degree among children. Teachers are supposed to gather children and likely encounter the individual differences. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങള് ഒരുപാട് പ്രോബ്ലംസ് അല്ലെ, ചുറ്റുപാടിൽ നിന്നാണെങ്കിൽ ഫാമിലി ലൈഫിൽ നിന്നാണ് ഒരുപാട് പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾ നേരിടുന്നു അല്ലെ. അതായത് കുട്ടികളറിയാം, നമുക്കറിയാം കുഞ്ഞുങ്ങളെ പല വികാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെ. ഓരോ കാലഘട്ടത്തിലും പല വികാരങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതേപോലെ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള വേരിയേഷൻസും സംഭവിക്കുന്നു. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, ഇനി ടീച്ചർ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് എന്ത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നത് അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യക്തി വ്യത്യാസങ്ങൾ അറിയാം അല്ലെ. കുഞ്ഞ് എന്തൊക്കെ ഒരു കുട്ടി ഒരു ഇൻഡിവിജ്വൽസ് ഒന്നല്ല അല്ലെ, രണ്ട് ഇൻഡിവിജ്വൽസിന് രണ്ടു പേർക്ക് തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്ട്സുകൾ ഉള്ളവരാണ് അല്ലെ. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം ഉള്ള കുട്ടികളാണുള്ളത്. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അറിഞ്ഞിട്ട് മാത്രമായിരിക്കും നമ്മൾ കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടതെന്നാണ് അവിടെ പറയുന്നത്. Then ecocentrism may still prevail with some children. നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളിൽ നിന്ന് എടുത്തു കളയേണ്ട ഒരു വികാരമാണ് എന്താണ് ഇക്കോസെൻട്രിസം. എന്താണ് ഇക്കോസെൻട്രിസം? ഈക്കോ എന്താണ്? ഇക്കോസെൻട്രിസം അഹംഭാവം, നല്ലൊരു സ്വഭാവമാണോ അത്? ആണോ ആണോ പറയാ? അല്ല ഇക്കോസെൻട്രിസം പോലുള്ള അത്തരം തരത്തിലുള്ള
ആ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മളത് അത് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് അധ്യാപകർക്ക് സാധിക്കും. ഓക്കെ. There may be children with psychological abnormalities and physical disabilities which teacher has to identify from very beginning. ഇനി നമ്മൾ ഒരു ക്ലാസ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധങ്ങളാണ്. സോറി, ചിൽഡ്രന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുട്ടികൾക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, ഡിസബിലിറ്റീസ് എന്തൊക്കെ ഒരു കുഞ്ഞിനെ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ അറിയാൻ സാധിക്കും അല്ലേ. ഇപ്പൊ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഏത് സമയത്ത് വെരി ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത്തരം എന്തെങ്കിലും ഡിസബിലിറ്റീസ് നമ്മൾ കാണുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാവുന്നത് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുക. അതും കൂടി ഒരു അധ്യാപകന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ ടെൻഷൻ, ഫിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അമിതമായ ഭയമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിസബിലിറ്റീസ്, അത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് നമ്മൾ സൈക്കോളജിക്കൽ ഡിസബിലിറ്റീസിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ അത് കൊണ്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കാം. ഓക്കെ. ഇനി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ബൈ ദ ടീച്ചർ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് മുതൽ പഠിക്കുന്നതാണ് അല്ലെ. കുട്ടികൾ ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്, ഏതൊക്കെ സ്റ്റേജസിലാണ് ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നമ്മൾ പറഞ്ഞു അല്ലെ, ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് മാത്രമേ കുട്ടികൾ ചെയ്യുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചിട്ട് അത് കുട്ടികൾ ചെയ്യണമെന്നില്ല. അവരുടെ ഓരോ ഏതൊക്കെ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ സ്റ്റേജിനെ കുറിച്ച് നല്ല രീതിയിൽ ആർക്ക് അറിവുണ്ടായിരിക്കണം, അധ്യാപികക്ക് അറിവുണ്ടായിരിക്കണം. അതായത് 2 വയസ്സിൽ കാണിക്കുന്നത് കുഞ്ഞ് 2 വയസ്സിൽ മാത്രമേ കാണിക്കുള്ളൂ അല്ലെ. അപ്പൊ ഓരോ സ്റ്റേജിലും കുഞ്ഞ് ഏതൊക്കെ ഡിഫറെന്റ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മൾ കടക്കുന്നത് പഠിച്ചത്. ഗ്രോത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ദെൻ കോഗ്നിറ്റീവ് ആയിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഇമോഷണൽ ആൻഡ് മോറൽ, സോഷ്യൽ, ലിംഗ്വിസ്റ്റിക്, നിങ്ങൾ അതൊക്കെ പഠിച്ചല്ലേ. ചൈൽഡ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചതല്ലേ നിങ്ങൾ. അതൊക്കെ എന്താണ്, ഓരോ സ്റ്റേജസ് ആണ്. കുട്ടി കടന്നു പോകുന്ന പല പല സ്റ്റേജസ് ആണ്. പല പല സ്റ്റേജസിൽ എന്താണ് കുട്ടി പല രീതിയിലുള്ള കാര്യങ്ങളോട് അപ്രോച്ച് ചെയ്ത് പോകുന്നുണ്ട്. പല വ്യത്യാസങ്ങളാണ് സൈക്കോളജിക്കലായിട്ടും ഫിസിക്കലായിട്ടും മെന്റലായിട്ടും കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് അത്തരം സ്റ്റേജസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സൈക്കോമോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്സ് കണ്ടിന്യൂസ്ലി. നമ്മൾ പഠിച്ചില്ലേ സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ്സ് ഏതൊക്കെ സ്റ്റേജിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഫിസിക്കലായിട്ട് മോട്ടോർ ഡെവലപ്മെന്റ്സ് ഏതൊക്കെ ഉണ്ടാകുന്നു, അതിന്റെ ട്രെൻഡ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, കുട്ടികളിൽ എത്രത്തോളം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മോട്ടോർ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ആ പാഠഭാഗങ്ങളിലേക്ക് കടന്നുപോയത്. ഓക്കെ. യെസ്, നമ്മൾ പിയാഷയുടെ സ്റ്റേജ് പഠിച്ചു. പിയാഷ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4 ആ തിയറി പഠിച്ചില്ലേ. 4 സ്റ്റേജസ് ഉള്ള ഓർക്കുന്നുണ്ടോ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? യെസ്. ഓക്കെ. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? ഫുൾ സ്റ്റേജ് ഓഫ് ഇമോഷൻ ഡെവലപ്മെന്റ്, എറിക്സൺ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി. ഇത് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഈ തിയറി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? എറിക്സന്റെ പഠിപ്പിച്ചായിരുന്നോ ആരെങ്കിലും? പഠിപ്പിച്ചായിരുന്നോ ആരെങ്കിലും? ഒന്ന് റിപ്ലൈ തരുന്നു. ഇത്ര പ്രാവശ്യം ചോദിച്ചിട്ട് എന്താണ്, എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് നിങ്ങള്? മിണ്ടാതിരിക്കുന്നത് എന്താ? മാം ഒന്നുകൂടെ പറഞ്ഞിട്ടില്ല, വിട്ടാ കേൾക്കുന്നത്. ഇരക്കുന്നുണ്ട്, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ബാസ് ശബ്ദം പോലെ മാഡം പറയുന്ന പകുതി വെച്ചിട്ട് ഒരു ബാസ് ശബ്ദം പോലെയാണ് ഇടയ്ക്ക് കേട്ട് പോകുന്നത്. ഇപ്പോഴോ? ഇപ്പം കുഴപ്പമില്ല, ക്ലിയർ ആകുന്നു. ഞാനിട്ടിട്ടാണ്. ഓക്കെ. യെസ്. ഇത്ര തന്നെ പറഞ്ഞൊന്നും കേട്ടില്ല നിങ്ങള്? കേട്ടു മാം. പക്ഷെ റേഞ്ച് ഇഷ്യൂ ഇടുന്നുള്ളൂ, വിട്ടുവിട്ടാ കേൾക്കാം. ഇവിടുത്തെ റേഞ്ച് ഇഷ്യൂ മഴയല്ലേ, ഇവിടെയൊക്കെ പ്രശ്നം തോന്നുന്നു. യെസ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച തിയറീസ് ഒക്കെ ഞാൻ ചോദിച്ചത് എറിക്സന്റെ തിയറി ആരെങ്കിലും പഠിപ്പിച്ചു തന്നോന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല മാം, ഇല്ല. ഇപ്പൊ അല്ല, എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ തിയറീസ്.
ഇത്തരം തിയറീസുകളൊക്കെ എല്ലാം തന്നെ എന്താണ് കുട്ടികളുടെ മെന്റൽ പ്രോസസ്സുമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട തിയറി ഭാഗങ്ങളാണ്. അപ്പൊ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രത്യേകിച്ച് ഒരു കുട്ടിയെ ജഡ്ജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുട്ടിയെ വാലുവേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഈ തിയറീസ് ഒക്കെ പ്രധാനമായിട്ട് അധ്യാപകരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മാത്രമല്ല without having proper foundation in psychology, a teacher may not succeed in understanding Froebel's ideas of teaching, introductions, or Maria Montessori ideas of using didactic apparatus. അപ്പോ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏത് തരം സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിഞ്ഞെന്നാലും സൈക്കോളജി എന്ന സബ്ജക്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രം, പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി അറിയാത്തൊരു അധ്യാപികയ്ക്ക് കുട്ടികളെ ഡീൽ ചെയ്യാൻ എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പ്രത്യേകിച്ച് ഫോർമലിന്റെ കിൻഡർഗാർട്ടൻസിനെ കുറിച്ചിട്ടൊരു തിയറി ഉണ്ട്. ഫോർമൽ അത് എനിക്ക് തോന്നുന്നു ടീച്ചർ പഠിപ്പിച്ചു തരുമായിരിക്കും കേട്ടോ. അദ്ദേഹത്തിന്റെ ഐഡിയാസിൽ കുട്ടികളുടെ ആ ഒരു സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി പറയുന്നത് ഡയറ്റിക് അപ്രാക്ടീസ് അല്ലെ, മോണ്ടിസോറിയുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്രാക്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് അവിടെ പ്രാപ്തമാക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് കുട്ടികളുടെ സൈക്കോളജിക്കലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ തന്നെയാണ്. അപ്പോൾ മനഃശാസ്ത്രത്തിനെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നില്ല, മനഃശാസ്ത്രികമായിട്ട് നമുക്ക് കുഞ്ഞിനെ മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടിയിൽ ഏതൊക്കെ തരം മാറ്റങ്ങൾ ഉണ്ടാവില്ല, കുട്ടിയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റുമെന്നൊക്കെ അധ്യാപകർക്ക് അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, സൈക്കോളജി. പ്രത്യേകിച്ച് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി നിർബന്ധമായിട്ട് അധ്യാപകർ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമാണ് കേട്ടോ. പറഞ്ഞ കാര്യങ്ങള് ഇതിൽ നിന്ന് ഈ ഭാഗത്തു നിന്നൊന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം പഠിച്ച ഭാഗങ്ങളിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ സൈക്കോളജി എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, സൈക്ക് ആൻഡ് സോള്, ദെൻ ഇറ്റ് മീൻസ് എന്താണ് സൈക്കോളജിസ്റ്റ് സയൻസ് ഓഫ് സോൾ. പിന്നെ ഇതാരാണ് ഇതിന്റെ ഫാദർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, വില്യം ഗുണ്ടറ്റാണ് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മള് ചൈൽഡ് സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്പാൻ ഓഫ് സൈക്കോളജി എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. എക്സാമിന് മുൻപ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരും, അതിനനുസരിച്ച് പഠിക്കാം. ഓക്കെ മാം, ഈ ടെസ്റ്റ് പേപ്പർ ഇല്ലേ മറ്റേ ആ തന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്? അങ്ങനെയൊന്നുമില്ല, മാറ്റിയൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ എന്താ ടെസ്റ്റ് പോലെ തന്നെയാണ് ക്ലിയർ ആവുന്നില്ല ഇത് ചോദിക്കുന്നത്. അതെ അതെ അതെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് അതിപ്പോ നമുക്ക് യൂണിറ്റ് 8 സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, യൂണിറ്റ് 8 എന്താണ്? നീഡ്സ്. എന്താണ് നീഡ്സ്? ആവശ്യങ്ങൾ. ആവശ്യമില്ലാത്തൊരു ദിവസം ഉണ്ടോ നമുക്ക്? ഇല്ല. ചോദിച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത ദിവസം പോലും എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ ആവശ്യങ്ങളാണ് അല്ലെ. ഓക്കെ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ബേസിക് ആയിട്ട് വരുന്ന ഒരു ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മളിത് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു സൈക്കോളജിക്കൽ തിയറി കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. മാസ്ലോയുടെ, അബ്രഹാം മാസ്ലോയുടെ ഒരു സൈക്കോളജിക്കൽ തിയറി, അതായത് നീഡ്സ് അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ തിയറി ഓഫ് മാസ്ലോയുടെ തിയറി. അങ്ങനെ പല രീതിയിൽ ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. തിയറി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് അതിന്റെ മൈക്ക് ഓൺ ആണ് ഓഫ് ചെയ്തേ. നീഡ്സ്. ഫസ്റ്റ് വൺ എന്താണ്? സൈക്കോളജിക്കൽ നീഡ്സ്. എന്തൊക്കെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ്? ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, റെസ്റ്റ്, അതെല്ലാം നമ്മുടെ അതെല്ലാം നമ്മുടെ ഇതിൽ വരുന്നതാണ്, ബേസിക് എടുത്ത് പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഫുഡ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്, വെള്ളവും ഭക്ഷണമാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി, ടെക്സ്റ്റ് കഴിയുമ്പോഴേക്കും വായിച്ചു നോക്കിയാൽ മതി.
യെസ്, അതായത് നമുക്ക് നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിന് നല്ല രീതിയിലൊരു ജീവിതം ഉണ്ടാവുന്നതിന് നമുക്ക് എന്താണ് ഏറ്റവും സഫീഷ്യന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമായിട്ട് എന്ത് വേണം? ഫുഡ് ആൻഡ് വാട്ടർ അത്യാവശ്യമാണ് അല്ലെ, എസ്പെഷ്യലി വാട്ടർ അല്ലെ. ഫുഡിനേലും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഒരു കണ്ടന്റ് എന്താണ്? വാട്ടർ തന്നെയല്ലേ. നമുക്ക് അതെ. 2 ദിവസം കഴിച്ചില്ലെങ്കിലും നമുക്ക് കുറച്ചൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്? വെള്ളം അത്യാവശ്യമാണ്. ബോഡിനെ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. ഓക്കെ, അതായത് ബോഡി ഫങ്ഷൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് നല്ല രീതിയിൽ വെള്ളം ലഭിച്ചതിന് അല്ലെ. ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളം ഏറ്റവും നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആദ്യത്തെ നീഡാണ്. ഓക്കെ, അതില്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സെക്കൻഡ് നീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്താണ്? വസ്ത്രം അല്ലെ. വസ്ത്രം നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ട് സെലക്ഷൻ, നമ്മൾ സീസണലിലാണ് നമ്മൾ ഡ്രസ്സുകൾ വെയർ ചെയ്യുന്നത് അല്ലെ. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യമാണ് ക്ലോത്ത് ആണ്. പക്ഷെ എന്താണ്? നമ്മളത് സീസണലായിട്ട് വെയർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ. അതായത് പല സീസണിൽ പല രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടി? നമ്മുടെ ബോഡി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ കൂടി അവിടെ വരുന്നത്. മാത്രമല്ല എങ്ങനെയാണ്? നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൂവ്മെന്റ്സിനും കൂടി അല്ലെ. അതായത് മൂവ്മെന്റ്സ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അല്ലെ. അത് പല കളേഴ്സിൽ യൂസ് ചെയ്യാം, പല മോഡൽസിൽ. ഇതെല്ലാം തന്നെ എന്താണ്? പല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ നമ്മുടെ ഏറ്റവും ബേസിക് നീഡിൽ രണ്ടാമത് വരുന്ന ഒരു നീഡാണ് എന്താ? ക്ലോത്ത്. അതായത് ടൈപ്സ് ഓഫ് നമ്മുടെ എന്താ പറയാ, ശരീരം മറയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രധാരണമായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞത് എന്താണ്? ക്ലോത്തിങ് ആണ്. ഓക്കെ, ക്ലിയർ? സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ഏറ്റവും വേണ്ടതാണ് അല്ലെ. എന്താണ്? ഉറക്കവും അതേപോലെ തന്നെ വിശ്രമവും. അത്യാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. നന്നായിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ ബോഡി എങ്ങനെയായിരിക്കും? നന്നായിട്ട് ഉറക്കം കിട്ടുന്ന കുട്ടിയുടെ ബോഡി എങ്ങനെയായിരിക്കും എന്നാണ് പഠിച്ചിട്ടുള്ളത് നമ്മള്. ആക്റ്റീവായിട്ട് നല്ല ആക്റ്റീവായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, വൈറസ് ഉണ്ടാവും, കോൺസെൻട്രേഷൻ കിട്ടും. അതെ, അതായത് എല്ലാ ബോഡി ഓർഗൻസും ഒരേപോലെ തന്നെ അല്ലെ. റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ആവശ്യാനുസരണം വിശ്രമം ലഭിക്കുകയാണെങ്കിൽ എല്ലാ ഓർഗൻസിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. അപ്പൊ കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ആവശ്യാനുസരണം വിശ്രമം കൊടുക്കാനും ബോഡിക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യം കൂടി കുട്ടിയിൽ പുലർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ആണ് അല്ലെ. അത് കുഞ്ഞിനും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, യെസ്. ദെൻ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? വളർച്ചയുടെ ഭാഗമായിട്ട് ഭക്ഷണം അങ്ങോട്ട് മാത്രം പോയാൽ മതിയോ? ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? പോരാ. ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, പ്രത്യേകിച്ച് അവരുടെ മസിൽ മൂവ്മെന്റ്സ്, ബോഡി മൂവ്മെന്റ്സിനൊക്കെ ഇംപ്രൂവ്മെന്റ് കൊടുക്കുന്നെങ്കിൽ അത്തരം വർക്കൗട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. യെസ്, അതായത് അവർക്ക് അത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതെന്തിനാണ്? അവരുടെ നോർമൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസും ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ബോഡി ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടും ആക്ടിവിറ്റീസും എക്സസൈസും നമുക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ ഹെൽത്തിനെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം അല്ലെ. പലതരത്തിലുള്ള കളികൾ, ഗെയിംസ് അല്ലെങ്കിൽ പ്ലേ മുതലായപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എക്സസൈസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മോർണിംഗ് എക്സസൈസ് കൊടുക്കാം, ഈവനിങ് എക്സസൈസ് കൊടുക്കാം അല്ലെ. രണ്ട് രീതിയിൽ കുട്ടികളെ നിങ്ങളിപ്പോ സ്കൂളിൽ തന്നെ അല്ലാതെ അമ്മമാർക്കാണെങ്കിലും എന്താണ് വീട്ടിൽ നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് നിങ്ങൾക്ക് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈവനിങ് ടൈം ആകുമ്പോൾ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. മോർണിംഗ് ടൈമിൽ സ്കൂളിൽ പോകുന്ന സമയം കുറച്ച് ഹറി പറയുള്ള സിറ്റുവേഷൻ, പക്ഷെ ഈവനിങ് ടൈമിൽ നമുക്ക് കൂടുതൽ സമയം റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ചെറിയ അതായത് വാമപ്പ് എക്സസൈസുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. വാമപ്പ് ആയിട്ട് അതായത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സിൽ ഒന്ന് വാമപ്പ് ചെയ്യുന്ന തരത്തിൽ ചെറിയ എക്സസൈസ് കൊണ്ടുവരാം. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, നിങ്ങൾ അത് ചെയ്യാം. ഇത് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോയി ചെയ്യാനും പറ്റും. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്കൂളിൽ ഇത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ആക്ടിവിറ്റിയും എക്സസൈസും രണ്ടും ഒരേ രീതിയിൽ തന്നെ കൊണ്ട് ഇപ്പൊ ഒരു ദിവസം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണമെന്നില്ല, എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. അത് ഒരു ആക്ടിവിറ്റിയിൽ കൊണ്ട്
ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ചെയ്താലും ഒരു എക്സസൈസ് ആയിട്ട് മാറും. അപ്പൊ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ റുട്ടീൻ പോകുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെ ബോറിംഗ് ആവും. ബോറിംഗ് വരാത്ത രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും എക്സസൈസും ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തുക, നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതവരുടെ മൊത്തത്തിലുള്ള ഫിസിക്കൽ ഗ്രോത്തിനെയാണ് അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. മാത്രമല്ല മെന്റലി, അല്ലെ ഫിസിക്കൽ മാത്രമല്ല മെന്റലി ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ മറ്റൊരു നീഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് ആണ്, അല്ലെ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ആൻഡ് ഹൈജീൻ. ഹൈജീൻ എന്താണ്? ഹൈജീൻ ശുചിത്വം, അല്ലെ? ഹൈജീൻ വേണോ? നമ്മുടെ നീഡാണോ അത്? അതെ. ഈ ഹൈജീൻ ഉണ്ടെങ്കിൽ, ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണിതെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ, അല്ലെ? നോക്കൂ, ഫുഡ് ആൻഡ് വാട്ടർ ഹൈജീൻ ആയിരിക്കണം, ക്ലോത്തിങ് ഹൈജീൻ ആയിരിക്കണം, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, നമുക്ക് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഉണരാനും സാധിക്കണം. ദെൻ എക്സസൈസ് ആണെങ്കിൽ അവിടേക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിനെല്ലാം എന്താവശ്യമാണ്? ഹൈജീൻ ആവശ്യമാണ്, അല്ലെ? ഓക്കെ, അപ്പൊ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വൃത്തിയുള്ള ഒരു ചുറ്റുപാടും അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെ? പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ? പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെയാണ്? ആഹാരത്തിന് മുമ്പ് ശേഷം കൈ കഴുകുക, പിന്നെ ക്ലീൻ ആവുന്നത് ഹൈജീനിൽ വരുന്നതാണ്. സ്റ്റാർട്ടിങ് ഹൈജീനിലൊക്കെ വാഷ്റൂം, ഡെയിലി വാഷ്റൂം കുട്ടികളെ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഇതെല്ലാം ഹൈജീനിൽ വരുന്നതാണ്. ഞങ്ങളെ പല്ല്, മുടി, അതൊക്കെ. യെസ്, ഇവിടെ പറയുന്നത് നമ്മൾ ഇതൊക്കെ ഇല്ലാതെ കൂടെ തന്നെ എന്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് കൂടി ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കണം, അല്ലെ? ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ എന്താണ് അവരുടെ ബോഡി ഓർഗൻസിനെ കെയർ ചെയ്യാനായിട്ട് അവരെ നമ്മൾ പ്രിപ്പയർഡ് ആക്കുക. നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാതെ അവരെയും കൂടി പ്രാപ്തരാക്കുന്ന രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ണ്, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിൽസ്, ഇതെല്ലാം അവരുടെ ചെറിയ ബോഡി ഓർഗൻസുകളാണെങ്കിൽ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കാതെ കുറച്ചുകൂടി നമ്മൾ സപ്പോർട്ട് അതും പറഞ്ഞു കൊടുക്കുക. നമ്മളെപ്പോഴും പറയാനുള്ള, അല്ലെ? പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് തനിയെ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, then children should be given training to keep their anal and genital areas clean and to wash their hands clearly with soap and water every time after using the toilet. അല്ലെ? ടോയ്ലറ്റ് ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെയാണ് അവർ ജെനിറ്റൽ ഏരിയാസ് പ്രോപ്പർ ആയിട്ട് കെയർ എന്ന് പറയുന്നത്. ജെനിറ്റൽ ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജനനേന്ദ്രിയ ഭാഗങ്ങൾ, അല്ലെ? പ്രോപ്പർ ക്ലീൻ, പ്രൈവറ്റ് പാർട്സുകൾ ക്ലീൻ ചെയ്യാനുള്ളതും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾക്ക് നമുക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡിൽ ഒന്ന് തന്നെയാണ്, അല്ലെ? ഓക്കെ, യെസ്, മനസ്സിലായോ ഹൈജീൻ എന്താന്ന്? കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലാകാതെ പറ്റുന്നില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആണ്. 5 ആവശ്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. എന്തൊക്കെയാണ്? ഫുഡ് ആൻഡ് വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ആക്ടിവിറ്റി, എക്സസൈസ് ആൻഡ് എന്താണ് ഹൈജീൻ. ഓക്കെ, അപ്പൊ ഹെഡ് പോയിന്റ്സ് ഓർത്ത് വെക്കണം കേട്ടോ. സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്ന ഈ ഹെഡ് പോയിന്റുകൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ദ റോൾ ഓഫ് ഇമോഷൻസ്. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നീഡ് എന്ന ഒരു കോൺസെപ്റ്റിൽ ഇമോഷൻസിന് പ്രാധാന്യം ഉണ്ടോ? ഇമോഷൻസ് ഫിസിക്കലി നമ്മൾ എത്രമാത്രം അതായത് ക്ലീൻ ആയിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി അത്രയും തന്നെ നമുക്ക് ഫ്രീ മൈൻഡഡ് ആയിരിക്കണം, നല്ല ഹാപ്പി ആയിരിക്കണം. എങ്കിലേ ഇമോഷൻസ് നമുക്ക് മീൻസ് എല്ലാം കൺട്രോൾ, ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, പ്രത്യേകിച്ച് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും അതേപോലെ തന്നെ ആയിരിക്കണം, അല്ലെ? നമുക്ക് ഇമോഷൻ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടിന് അതിന് പ്രാധാന്യം ഇല്ലേ? ഉണ്ട്. യെസ്, അതായത് നമ്മള് വളരെ ഹാപ്പിനെസ് എന്നല്ല, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ? അതായത് കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകണം, ഒരുപാട് വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം. ബേസിക് നീഡ്സ്, ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് വലുതൊന്നല്ല, പക്ഷെ കുറച്ച് നമുക്ക് പ്ലസന്റബിൾ ആയിരിക്കണം. എങ്കിലും നമ്മൾ ഇമോഷണലി കുറച്ചും ഇതായിട്ടുള്ളൂ, നമ്മൾ ഫ്രീ ആയി മൈൻഡഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും.
അതെ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും വേണം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൊടുക്കുന്ന വാല്യൂസ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഓക്കെ ആവണം അല്ലെ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നടക്കണം, കുറച്ച് രീതിയിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പോകണമെങ്കിൽ മാത്രമേ അതിന് അഡ്ജസ്റ്റ് ലൈഫ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അത് നമ്മുടെ എല്ലാവരുടെ ലൈഫ് അങ്ങനെ തന്നെ അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും എല്ലാവരും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഉള്ളതിൽ സന്തോഷിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉള്ളത് കൊണ്ട്. അതെ. ഓക്കെ, അങ്ങനെ പോവാണ് ലൈഫ് വലിയ പ്രശ്നമില്ലാതെ നല്ലൊരു ലിവിങ് കണ്ടീഷൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ ഇമോഷൻ ഏറ്റവും പ്രധാനമാണ്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ചിൽഡ്രൻ ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ഷോസ് സെയിം ഇമോഷൻ ഡിഫറൻസ്. അല്ലെ, നമുക്കറിയാം കുട്ടികൾ ഇപ്പൊ ചിരി എന്ന വികാരം പല കുട്ടികളും പല രീതിയിലാണ് കാണിക്കുന്നത് അല്ലെ. പല കുട്ടികൾക്ക് പല രീതിയിൽ ചിരിക്കാൻ അറിയാം, പല രീതിയിൽ കരയാൻ അറിയാം അല്ലെ. അതെ. ഒരേ ഇമോഷൻസ് തന്നെ പല വേസിൽ കാണിക്കും. ഓക്കെ, അത് കുട്ടികളുടെ ഒരു കപ്പാസിറ്റി, ഇമോഷണൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അങ്ങനെ സംഭവിക്കുന്നതാണ്. ചില കുട്ടികൾ എന്താണ് ഭയങ്കരമായിട്ട് കരയുന്നവരുണ്ടാവും, ചിലർ കുറച്ച് മിതമായ രീതിയിൽ കരയുന്നവരുണ്ടാവും, ചിലര് ഉള്ളിൽ ഒതുക്കി കരയുന്ന കുട്ടികളുണ്ട്. അതായത് ഒരേ ഇമോഷൻ തന്നെ എന്താണ് പല രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമോഷൻ നമ്മുടെ ഒരു നീഡാണ്. നമ്മള് മനുഷ്യന്റെ ഇമോഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ് ഉള്ളതല്ലേ. ഇമോഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുന്നത്. ഇപ്പൊ സങ്കടം വന്ന കുഞ്ഞിന് സങ്കടം വന്നാൽ ചിലപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടാനായിരിക്കും അല്ലെ, പിന്നെ അമ്മയെ കാണാനായിരിക്കും, അതുകൊണ്ട് ആവശ്യമല്ലേ. അപ്പൊ ഇമോഷനും ആവശ്യവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? വിശക്കുന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, ഭക്ഷണം വേണം. ഭക്ഷണത്തിന് ആവശ്യങ്ങളെ അറിയിക്കാൻ ഉപകരിക്കും അല്ലെ. അതായത് ഇമോഷൻസിലൂടെയാണ് കുട്ടികൾ ചില പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നത് അല്ലെ. അത് ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇമോഷൻസിനെ കൂട്ടുപിടിക്കാറുണ്ട് കുട്ടികൾ, ശരിയല്ലേ? ചില കുഞ്ഞുങ്ങള് കരയാറില്ല, ഡയറക്റ്റ് ചിരിക്കാറില്ല, അവരുടെ മുഖത്തും കണ്ണിലും ഉള്ള ചില എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രമാണ് അവർക്ക് ദുഃഖമാണോ ഹാപ്പിനെസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്. അപ്പോ റോൾ ഓഫ് നീഡ്, അത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. നീഡെന്ന ഒരു വസ്തുത നോക്കുകയാണെങ്കിൽ ഇമോഷൻ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഒരാൾ ഇമോഷനിൽ നിന്നാണ് നമ്മൾ പല ആവശ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. കുട്ടികളാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അല്ലെ. അവർ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവർ പല വഴികളും കാണിക്കാറുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് സങ്കടം എന്നൊരു ഇമോഷൻ ആയിരിക്കും അല്ലെ. അവരുടെ ആവശ്യം നിറവേറ്റാനായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഷമം സങ്കടം, അല്ലെങ്കിൽ എന്താ പറയാ, സങ്കടപ്പെട്ട പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ നേടിയെടുക്കാറുണ്ട് അല്ലെ. കരയുമ്പോൾ നമുക്ക് എന്താണ് പാവം തോന്നുന്നു, അത് കൊടുത്തേക്കാം എന്നുള്ളൊരു പാരന്റ്സിന് അത് വരും. അതാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, കുട്ടി ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. ഓക്കെ, then the positive influence of social situations such as game, lesson, teacher-facing impact, and emulation of colleagues constantly work on a child socializing his emotional expressions. Concealment of emotions in certain cases of need proof and painful and harmful to child. The child who, when emotionally aroused, adds to his burden by trying to conceal it, his actions may become crude and funny, inviting ridicules from others. In extreme cases, it may affect his health. ഇനി കുട്ടി ഇമോഷൻ കൈകാര്യം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഇമോഷൻ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികൾ അത് അവന്റെ ഹെൽത്തിന് എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട് അല്ലെ, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? ഇമോഷൻസ് കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കാറുണ്ടോ? ഇമോഷൻസ് ചിലപ്പം കുട്ടികള് നിർത്താതെ കരയുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ചിലവര് നിർത്താതെ കരഞ്ഞ ചിലപ്പം ബോധം പോവുക അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരും. അങ്ങനത്തെ അവസ്ഥ ചിലപ്പം കാണാറുണ്ട്. കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ എന്താ ഇമോഷൻസ് മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ്? പക്ഷെ എങ്ങനെ മറച്ചാൽ കാണാൻ പറ്റില്ലേ? രേവതി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്. കുട്ടികൾ കൺസീൽമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറയ്ക്കാന്നാണ്. അവരുടെ ഇമോഷൻസ് കുട്ടികൾ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആ പെയിൻഫുൾ സിറ്റുവേഷൻ അവർ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ്? അവരിപ്പം ടോട്ടലി ചില സമയത്തിന് നമ്മളെ കാണിക്കാറില്ല അവരുടെ ഇമോഷൻ, എന്നാലും മാക്സിമം ഈ പുറത്ത് വരാറുണ്ട് അവരുടെ ഇമോഷൻ. പക്ഷെ ഈ ചിലപ്പം ഫേസിൽ നമുക്ക് തരാതെ പോയി ഓരോരുത്തർ ചെന്ന് ഒളിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇമോഷണൽ പഠിച്ചപ്പോ ഒരു കാര്യം വെച്ചു, കുട്ടികള് അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് പുറത്തു വരുമെന്ന് നമ്മൾ പഠിച്ചില്ലേ? അതെ, ഇൻഡയറക്റ്റ് ആയിട്ട് പുറത്ത് വരും. ഇത് ഇതേപോലെയാണ്. ഇതേപോലെ ഭയങ്കര വിഷമം വരുമ്പോൾ ചിലപ്പോ കറിയില്ല, പക്ഷെ ഒരിടത്ത് പോയി എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുന്നതാണോ, ചിലപ്പോ കട്ടിൽ പോയി ഒന്ന് മിണ്ടാതെ ഒന്ന് കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങൾ.
അതെ, ഇതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എക്സ്ട്രീം ആയിട്ട് ഇമോഷൻസ് കാണിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് എന്തെങ്കിലും കാര്യം നേടാനായിട്ട് കാര്യം കണ്ടിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു അതെ അതെ ദിവസം നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കാണിച്ചിട്ട് വേണം എന്ന് പറയും, നമ്മളപ്പോ പറയും വേണ്ടാന്ന്, പിന്നെ ചിലപ്പോൾ അവിടെ കിടക്കും, പിന്നെ ചിലപ്പോൾ അവിടെ കിടന്ന് കീറി കിടന്ന് വിളിക്കും. ഷോപ്പിൽ കരയും, വീട്ടിൽ വന്നാൽ കരയും, പിന്നെ ചിലപ്പോൾ അച്ഛൻ വരുന്ന വരെ ചിലപ്പോൾ കരയും. ആ സാധനം കിട്ടുന്നത് വരെ ചിലപ്പോൾ എന്തായിരിക്കും ലാസ്റ്റ് നമ്മള് നിവർത്തികേട് കൊണ്ട് വാങ്ങിക്കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്, ചിലപ്പോൾ കരഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വരുമെന്ന് നമ്മൾ മേടിച്ചിട്ടാണ്. കാരണം അത്ര അവസ്ഥ ആയിട്ടുണ്ട്, എക്സ്ട്രീം ലെവലായിട്ട്. കരയുമ്പോ അടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കാൻ നോക്കും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഒന്ന് ഷൗട്ട് ചെയ്തു പോകും, ആരുടെയും മുമ്പിൽ ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മൾ സൈലന്റ് ആവുന്നത്. യെസ്, ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമോഷൻസ് അവർക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ കൈകാര്യം ചെയ്യും. അവർക്ക് ഒരിക്കലും ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അവര് ആ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് എന്താണ്, ഇപ്പൊ ടീച്ചേഴ്സിന്റെ ആണെങ്കിലും പാരന്റ്സിന്റെ ആണെങ്കിലും സിബ്ലിങ്സിന്റെ എന്താണെങ്കിലും എന്താണ്, കുട്ടികള് ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇമോഷൻസിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അത് അവരുടെ പ്രായത്തിൻ്റെതാണ് അല്ലെ. ആ ഒരു രീതിയിലെ കുട്ടികള് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇമോഷൻസിന്. അപ്പൊ ആദ്യം മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും ഞാൻ കരഞ്ഞാൽ എനിക്ക് ഈ സാധനം കിട്ടുമെന്ന് കുട്ടി തിരിച്ചറിയും അല്ലെ. ആദ്യം ഓക്കെ, പിന്നെന്താണ്, കരഞ്ഞു കഴിയുമ്പോൾ അവർ നോർമലൈസ് ചെയ്യും, അത് കിട്ടുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. അപ്പൊ എന്താണ്, കരഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്മ എനിക്ക് തരും, അപ്പൊ എന്താണ് കരയാം, അങ്ങനെ എടുക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അതായത് കുറച്ച് കളത്തിലുള്ള കുസൃതികളുള്ള ആൾക്കാരുണ്ടെങ്കിൽ. പക്ഷെ ചിലവരെന്താണ് നോർമലി ഇതൊന്നും അറിയാതെ കരഞ്ഞ് കാര്യം കാണുന്നവരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ദ റോൾ ഓഫ് ഇമോഷൻ. പ്രത്യേകിച്ച് ഒരാളുടെ നീഡുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻ ഏറ്റവും ബേസ് ആണ്. ഈ രണ്ടും കണക്റ്റഡ് ആണ്. ഇമോഷൻസും നീഡും തമ്മിൽ എന്താണ് പരസ്പരം ഇന്റർ കണക്ഷൻസ് ഉണ്ടെന്നാണ് നമ്മളോട് മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. അതേപോലെ നമ്മുടെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഷമീമ പറഞ്ഞ പോലെ മുത്തശ്ശിമാരുടെ മുമ്പില് അല്ലെ, അവരുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ അവരെ കൊണ്ട് കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതായത് ഇമോഷണലി എന്താ പറയാ, ഇമോഷണലി നമ്മളിപ്പോ സൈക്കോളജിക്കൽ മൂവ് എന്നൊക്കെ പറഞ്ഞാൽ ഇമോഷണലി മൂവ് ഉണ്ട് അവർക്ക്. ഓക്കെ, അതായത് അവരെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ബിഹേവ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ അത് റോൾ ഓഫ് ഇമോഷൻസ്? ഹലോ, കേൾക്കുന്നില്ലേ? മനസ്സിലായി. കേൾക്കുന്നുണ്ട്. Yes. Then affection. What is affection? വാത്സല്യം. വാത്സല്യം. വാത്സല്യം നമ്മുടെ നീഡാണോ? ആണോ? It's most important human emotion അല്ലേ. ഇത് വേണം, ഇതൊക്കെ വേണം, ഇതൊക്കെ നമ്മുടെ ലൈഫാണ് അല്ലേ. ജീവനുള്ള ലൈഫിന് അഫെക്ഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻ ആണ് അഫെക്ഷൻ. മീൻസ് അഫെക്ഷൻ എന്താണ്? പറയുമ്പോ നമ്മളും അനിമൽസും തമ്മിൽ ഒരു ഡിഫറൻസ് വരുന്ന അതൊരു കാര്യത്തിൽ മാത്രമാണ്. നമ്മൾ ഇമോഷൻ കാണിക്കും, അവർ ഇമോഷൻ കാണിക്കുന്ന വേറൊരു രീതിയിലാണ്. ഓക്കെ, യെസ്. അപ്പൊ ഒരു കുട്ടിയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അഫെക്ഷൻ അല്ലെ. നമ്മുടെ കുഞ്ഞ് ജനിച്ച ഈ ഒരു 2-3 വയസ്സ് വരെയൊക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലെ. 3 വയസ്സ് വേണ്ട, 2 വയസ്സ് വരെ ഭയങ്കര ഒരു സ്നേഹം, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അറ്റാച്ച്മെന്റ് ആണത്. അത് പ്രത്യേകിച്ച് അമ്മയും കുഞ്ഞും തമ്മില് ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മള് സ്പീച്ച്ലെസ് ആണ്, നമുക്ക് അതിനെ പറഞ്ഞിതാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതെങ്ങനെയാണെന്ന് അല്ലെ. അതെ. അതെ, ഇതിന് പ്രത്യേകിച്ച് ഒരു നിർവചനം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പോ അഫെക്ഷൻ പ്രത്യേകിച്ച് കുട്ടികളോട് ആ ഒരു വാത്സല്യം ശരിക്കും പറഞ്ഞാൽ അവരത് ആഗ്രഹിക്കുന്നു അല്ലെ. ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹമാണ് അല്ലെ. ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികള് എന്താ പറയാ, നമ്മൾ ഈ അഫെക്ഷൻ കൊടുക്കുന്നതോടുകൂടി അതൊരു ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഏതെങ്കിലും സങ്കടമുള്ള സമയത്ത് അല്ലെ. ഇപ്പൊ നമ്മളുടെ അമ്മേനെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന സമയം എപ്പോഴാണ്? നമ്മുടെ അമ്മേനെ തൊട്ടടുത്ത് കാണാൻ അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് തോന്നുന്ന ഏത് സമയത്താണ്? പ്രയാസങ്ങൾ വരുമ്പോഴാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽഡ് ആയിട്ടുണ്ട്, നമ്മുടെ പാരന്റിന്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് ഭയങ്കര ഫീൽ ആകാറുണ്ട്. അതെ, യെസ്. അപ്പൊ നിസ്സഹായമായ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഫെക്ഷൻ എന്ന് പറയുന്നത് അവന്റെ ഏറ്റവും വലിയൊരു ബേസിക് നീഡ് തന്നെയാണ്. ഓക്കെ, അതായത് അഫെക്ഷൻ ഉള്ളപ്പോൾ കുഞ്ഞിന് എന്താണ് ഫീൽ സെക്യൂർ ആണ് തോന്നുന്നത് അല്ലെ. നമ്മുടെ പരിചരണം, നമ്മുടെ ഒരു പ്രൊട്ടക്ഷന്റെ കീഴിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും അവർ സെക്യൂർഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കില്ലേ, കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത് നമ്മൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഒക്കെ പഠിച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ?
സ്ട്രേഞ്ചർ ആൻസൈറ്റി, അല്ലെ അമ്മയിൽ നിന്നുള്ള സെപ്പറേഷൻ അറിയുന്ന സമയത്ത് കുട്ടികൾ എന്താ ഉണ്ടാവുന്ന ആ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് കുഞ്ഞാണെങ്കിൽ എന്താണ് കണ്ണുകൊണ്ട് സെർച്ച് ചെയ്യും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്താണ് കണ്ണുകൊണ്ടായിരിക്കും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ എവിടെയാണ്. ആ സെപ്പറേഷൻ അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സെയിം ആണ് നമ്മളുടെ അടുത്തുനിന്ന് നമ്മുടെ കുഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അതായത് ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തത് കുഞ്ഞ് പഠിക്കാൻ പോയി തുടങ്ങിയ ഒരു സമയമായിരിക്കും അല്ലെ. ഇപ്പൊ pre-KG-ലോ അല്ലെങ്കിൽ KG സെക്ഷനിലൊക്കെ സ്റ്റാർട്ട് അല്ലെങ്കിൽ അംഗനവാടിയിൽ ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ആ ഒരു ഇമോഷൻ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. കുഞ്ഞില്ലാത്ത ഒരു സമയം കുറെ അമ്മമാര് കരഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് കരഞ്ഞ അമ്മമാരുണ്ടാവും. ആണോ? ഉണ്ടാവും. അതെ. അതെ. അതെ മാം, സ്കൂളിൽ ഫസ്റ്റ് ടൈമായി പോയ ടൈമിന് വിഷമം വന്നു. പക്ഷെ അതിനെയും കാട്ടി ഫസ്റ്റ് ടൈമായിട്ട് എനിക്കത് റിലൈസ് ആയത് അവന്റെ മുമ്മ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കിടത്തി. 2 വയസ്സൊക്കെ ഉള്ളപ്പോ മാറ്റി കിടത്തി. ഇവർ രാത്രി ഒന്ന് അത്രയും 2 വയസ്സ് വരെ എന്റെ കൂടെ അവൻ കിടക്കും. ഉച്ചയ്ക്കായിരുന്നാലും നൈറ്റിലായിരുന്നാലും ഒക്കെ. അപ്പോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി കിടന്നപ്പോൾ എനിക്ക് നൈറ്റിലൊന്നും ഒരു കിടക്കുന്ന ഒരു ഫീല് വരുന്നില്ല. എഴുതി കാണുമോ അങ്ങനെ അങ്ങനെ ഒരു ഫീല് മനസ്സിൽ. അത് എണീറ്റ് കാണുമോ വരൂലേ അങ്ങനെ. പിന്നെ ഒരു മോർണിംഗ് ആവറായപ്പോ അവ എത്തിയപ്പോ ശരി ഇപ്പൊ പിന്നെ മാറി മാറി കിടന്നു തുടങ്ങിയപ്പോ ഓക്കെ. അതുവരെയ്ക്കും അത്രയും അറ്റാച്ച് ചെയ്ത് കിടന്നിട്ട് പെട്ടെന്നൊന്ന് മാറി കിടന്നപ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ്. അതൊക്കെ തന്നെ അതായത് അവർക്ക് സെക്യൂർ ഫീലിംഗ് ആണ്. അപ്പൊ നമുക്കാണെങ്കിൽ കുഞ്ഞ് വിട്ടു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ മാതാപിതാക്കൾക്ക് മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു അതിന് അളവൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇതിന് അളവ് പോലെ വെച്ചൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. എത്ര കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഒരേ അളവിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അവരെടുക്കുന്ന ഇതിൽ അത് മാറിപ്പോകുന്നത് അല്ലെ. കുട്ടികൾ കാണുമ്പോൾ അവൻ ചേട്ടനോടായിരിക്കും ചേച്ചിയോടായിരിക്കും എന്നുള്ളത് അവർക്ക് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും അച്ഛനമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരേ അളവിലാണ്. 2 കൃഷ്ണമണി പോലെ തന്നെയാണ് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്സിന്റെ സ്റ്റേജിൽ അഫെക്ഷൻ എന്ന ഒരു നീഡ് ഏറ്റവും കൂടുതൽ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവന്റെ ഇമോഷണൽ ബാലൻസിന് അഫെക്ഷൻ ഏറ്റവും മനസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് കുട്ടി പല വികാരങ്ങൾ അല്ലെങ്കിൽ സ്നേഹം എന്ന വികാരങ്ങളൊക്കെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് ഈ അമ്മയും അല്ലെങ്കിൽ കുഞ്ഞും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ നിന്ന്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് കുഞ്ഞ് പല രീതിയിൽ പല കാര്യങ്ങളിലേക്ക് വരുന്നത്. അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇമോഷനാണ് സിമ്പത്തി എന്ന് പറയുന്നത്. എന്താണ് സിമ്പത്തി? സിമ്പത്തി എന്താണ്? പാവം തോന്നുന്നു. പാവം തോന്നുന്നത് അതൊരു അനദർ ഇമോഷനാണ് അല്ലെ. അതായത് ശരിക്കും നമുക്ക് സിമ്പതി എന്നൊരു വികാരം ആവശ്യമാണ്. വേണോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? കുറച്ചൊക്കെ ആവശ്യമാണ്. കുറച്ചൊക്കെ മതി എന്നാണ് തോന്നുന്നത് അല്ലെ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോ മനസ്സിലായി അധികം സിമ്പതി വേണ്ട അല്ലെ. അത് നമ്മുടെ ലൈഫ് ലെസൺസിൽ നമ്മൾ പഠിച്ചറിഞ്ഞായിരിക്കും അല്ലെ. അപ്പൊ സിമ്പതി is another emotion which recommend much for the emotional development of. സിമ്പതി എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് അനുസരിച്ചല്ലേ? അതെ, സിമ്പതി പറഞ്ഞ സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. അപ്പൊ കുട്ടിയായിട്ട് നമ്മൾ അതെങ്ങനെ കണക്ട് ചെയ്യും? നമ്മുടെ കുഞ്ഞായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? കുഞ്ഞായിട്ടാകുമ്പോൾ നമുക്ക് നല്ലതുപോലെ വിഷമം വരും. അന്നേരം നമ്മളങ്ങ് പോയി എടുക്കും. ഓക്കെ, ഈ അഫെക്ഷന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന മറ്റൊരു ഇമോഷൻ ആണ് എന്താ? സിമ്പതി. സിമ്പതി പോലത്തെ രൂപപ്പെടുന്ന മറ്റൊരു ഇമോഷൻ ആണ് എന്താ? എംപതി. എംപതി എന്താണ്? എംപതി എന്താ? സഹാനുഭൂതിയല്ലേ മാം? സഹാനുഭൂതി. അത് കുട്ടികളോട് തോന്നാറുണ്ടോ നമുക്ക്? ആരോടാ തോന്നാറ്? അത് കുട്ടികളോടും വലിയവരോടും തോന്നും. രണ്ടുപേരോടും തോന്നുന്നു അല്ലെ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇമോഷൻസ് ആണ്. അതൊക്കെ എല്ലാം സിറ്റുവേഷനിലായിട്ട് മാത്രമേ നമ്മളില് പുറത്തു വരാറുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫെക്ഷൻ എന്ന നീഡ് ആയിരിക്കും കുഞ്ഞിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ബേസിക് നീഡിലെ മറ്റൊരു കാറ്റഗറിയാണ്. പ്രത്യേകിച്ച് ഇമോഷണലി ആ ഒരു അറ്റാച്ച്മെന്റ് വരുന്നത് അഫെക്ഷനിൽ നിന്നാണ്. അഫെക്ഷനിൽ നിന്ന് കണ്ടന്റ് ചെയ്ത് പുറത്തു വരുന്ന മറ്റൊരു നീഡാണ് എന്താ? സിമ്പതി. അപ്പോ ഈ 2 വികാരങ്ങളും ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ്? എന്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ്? All about love. It's all about love അല്ലെ. സ്നേഹത്തിൽ നിന്നല്ല ഇതെല്ലാം വരുന്നത്. സിമ്പത്തി എംപത്തി ആണെങ്കിലും അഫെക്ഷൻ ആണെങ്കിലും എല്ലാം സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റു വികാരങ്ങളാണ്. ഓക്കെ, അപ്പൊ സ്നേഹം നമ്മുടെ നീഡാണ്. സ്നേഹം നീഡാണോ? സ്നേഹത്തിന്റെ വേണം അല്ലെ. എങ്കിൽ മാത്രമേ. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് നമ്മൾ? യെസ്. ഓക്കെ, അപ്പൊ അഫെക്ഷൻ ഏകദേശം ക്ലിയർ ആയോ? നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ. ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ എന്താണ്? ഹ്യൂമർ എന്താണ്? ലാഫ്റ്റർ രണ്ടും ഒന്നാണോ? തമാശയും ഓക്കെ,
അല്ല മാം, രണ്ടും രണ്ടാണ്. ലാഫ്റ്റർ എന്ന് പറയുമ്പോൾ ശരി, ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. തമാശയും ചിരിയും. അതെ, അതായത് സെപ്പറേറ്റ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അനിമൽസ് അല്ലെ. മനുഷ്യനെ വ്യത്യസ്ത അനിമൽസിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന മറ്റൊരു വികാരമാണ് എന്ത് ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ എന്ന് പറഞ്ഞാൽ അല്ലെ. മൃഗങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാറുണ്ടോ, തമാശ പറയാറുണ്ടോ? ഇല്ല ഇല്ല. കഥകളിൽ നമ്മുടെ ഇമാജിനേഷൻസ് കാർട്ടൂൺ സ്റ്റോറീസിലൊക്കെ ഇത് നടക്കുമായിരിക്കും, പക്ഷെ റിയൽ ലൈഫിൽ ഇത് ഒരിക്കലും അല്ല അല്ലെ. അത് തന്നെയാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യനെ അനിമൽസിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് എന്താ തമാശയും ചിരി എന്ന് പറയുന്നത്. There are social emotions which greatly influence our routine daily work. Humor and laughter help in controlling conflicts and tensions. They lead to tolerance, relaxation, and joy. They give chance for self-criticism and improvement in one's behavior. ഓക്കെ, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭയങ്കര തിരക്ക് പിടിച്ച് പോകുന്ന ഒരു സമയമാണ് അല്ലെ. എല്ലാവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? നമ്മൾക്ക് ജീവിതം ഉണ്ടോ? അപ്പൊ ഒരു നല്ല ലൈഫ് ഉണ്ടോ നമുക്ക്? ഇല്ല. അവിടെ എന്ത് വേണം? നമുക്ക് അത്യാവശ്യം നമ്മുടെ തർക്കങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻസ് ഒക്കെ മാറുന്നതിന് നമുക്ക് കുറച്ചെങ്കിലും ചിരിക്കാൻ കഴിയണം, ചിരിപ്പിക്കാൻ കഴിയണം അല്ലെ. ചിരിക്കാനും കഴിയണം, മറ്റുള്ളവരെ ചിരിപ്പിക്കാനും കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുപോവാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. ഫ്രണ്ട്സ് കുറയോ? സ്ട്രെസ് കുറയുന്നതാണ്. സ്ട്രെസ് കുറയും, ടെൻഷൻ റിലീഫ് ആവും. അതേപോലെ നമുക്ക് ബോഡി നല്ല രീതിയിൽ റിലാക്സേഷൻ, മെന്റലി വളരെ റിഫ്രഷ്മെന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ബിഹേവിയറിനെ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മളും കൂടി തയ്യാറാവണം അല്ലെ. പ്രത്യേകിച്ച് നമ്മളിപ്പോ കുട്ടികളോട് ഇടപെടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കാറുണ്ട് അല്ലെ. കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മളെല്ലാം മറന്ന് നമ്മുടെ ഭാഷ മാറും, സംസാരം മാറും, നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറും, ഇതെല്ലാം മറന്ന് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലെ. ഇല്ലേ? പറയേ. അതെ മാം. ആ സമയത്ത് നമ്മൾ വേറൊരു നേച്ചറാണ്. നമുക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വേറെ നേച്ചറാണ്. പക്ഷെ അതിൽ നമ്മൾ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ചിരിക്കുന്നുണ്ടല്ലോ അവനോട് ഇടവന്ന സമയത്ത് നമ്മളത് മാറും. അത് തന്നെ നമ്മളെ ലൈഫിൽ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ പരസ്പരം നമ്മൾ ചിരിക്കാനായിട്ട് സമയം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിരിയും സന്തോഷമൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ ബേസിക് നീഡാണ് സന്തോഷവും ചിരി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തമാശ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ തന്നെ കണ്ടെത്തണം. എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എന്താണ്, അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ. കാര്യം നമ്മുടെ സന്തോഷം ഒന്നും കൊണ്ട് തരുന്നില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നത് മാത്രമേ ഉള്ളൂ ലൈഫിൽ. വിചാരിക്കണം. വിചാരിക്കോ? ചില ആളുകൾ എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും. എന്തിനാണല്ലേ അവരുടെ ലൈഫ് വെറുതെ പോയിക്കൊണ്ടിരിക്കുക? എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് എന്താണ് അവർക്ക് കിട്ടുന്നത്? അതിൽ ഒന്നും കിട്ടാനില്ല. അത് വേറൊരു വലിയൊരു എഴുത്തുകാര് പറഞ്ഞൊരു കഥ അനുസരിച്ചാണെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസ്സും നമ്മുടെ സാഡ്നെസ്സും നമ്മൾ വേറെ ആളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, അത് തെറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സാഡ്നെസ്സും രണ്ടും നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം. അതെ അതെ അതെ, അത് അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് തിരിച്ചറിയണം, അത് നമ്മൾ ഉപയോഗിക്കാൻ വേണം. അത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയാൽ വേണം. മാക്സിമം ചിരിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മളിനി എപ്പോഴാ ചിരിക്കുന്നത്? ചിരിയൊക്കെ മാറ്റി വെച്ചിന് എന്ത് ചിരിക്കാന്ന് വിചാരിക്കുന്നത്? അപ്പൊ ചിരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചിരിക്കാനായിട്ട് ഒരു ദിവസം ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ചിരിക്കാൻ പറ്റി, ഇപ്പൊ ചിരിക്കാം. ഇപ്പൊ എത്ര പേരൊന്ന് ചിരിക്കുമെന്ന് ചിരിച്ചേ? ചിരിച്ചോ? അതെ, എപ്പോഴെങ്കിലൊക്കെ ഇന്ന് ചിരിക്കാൻ പറ്റണം. സമയം കിട്ടുന്ന സമയത്ത് വെറുതെ ഇരുന്ന് ചിരിക്കും. വെറുതെ ചിരിക്കുക, അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ബോഡിക്ക് ഒരുപാട് ഫ്രഷ് കിട്ടും കേട്ടോ. വെറുതെ പൊട്ടിച്ചിരിക്കാൻ ആരുമില്ലെങ്കിൽ പൊട്ടിച്ചിരിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ വട്ടാണെന്ന് വിചാരിച്ചോട്ടെ, അത് പ്രശ്നമില്ല. മറ്റേ നമ്മുടെ ഇപ്പം കേരളയിലൊക്കെ ഉള്ള ഒരു ട്രെൻഡ് ആണല്ലോ, കുറച്ചു നാളായി തുടങ്ങിയിട്ട് ലാഫിംഗ് ക്ലാസ്സസ് ഉള്ള യോഗ ക്ലാസ് പോലെ മോർണിംഗ് തന്നെ ലാഫിംഗ് ക്ലാസ്. ചിരി ആഴ്ച കൂട്ടോ എന്ന് പറയുന്നത് കേൾക്കാം. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. ശരിയാണ് ആഴ്ച കൂട്ടും. അതെ അതെ, അതൊരു ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഹാപ്പി ഹോർമോൺസ് കൂട്ടും, ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അവര് ട്രെയിൻ ചെയ്യുന്നതിൽ പല വേരിയേഷൻസിൽ അവർ ചിരിപ്പിക്കും. ചെറിയ ചിരി, വലിയ ചിരി, പൊട്ടിച്ചിരി, ഭയങ്കര ചിരിയിൽ പല വേരിയേഷൻസിലാണ് അവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നമ്മള് എനിക്കൊന്ന് ബാംഗ്ലൂർ ഡേയ്സിൽ കണ്ടിട്ടില്ല, ആ പാട്ടിൽ കാണിക്കുന്നുണ്ട്, കൽപ്പന ചെയ്യുന്നുണ്ട്. ചിരിച്ചിരിച്ച് ഭയങ്കര, അതൊരു ട്രെയിനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്താണ്, നമ്മളെ സംബന്ധിച്ചിടത്താണ് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ പിന്നെന്താ ഹാപ്പിനെസ്? നമുക്കൊരു സിനിമ കണ്ടാൽ പൊട്ടിച്ചിരിക്കാൻ പറ്റണം.
കോമഡി കേട്ടാൽ ചിരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കാൻ പറ്റണം, നമുക്ക് സ്വയം പറഞ്ഞിട്ട് എന്തെങ്കിലും ചിരിക്കാൻ പറ്റണം, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റണം. ഇതെല്ലാം നമ്മളുടെ നീഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ? യെസ്. ഇന്ന് മുതൽ ചിരിക്കുമല്ലോ? ചിരിക്കാൻ എനിക്ക് ഇച്ചിരി കൂടുതലാണ്. മരണ വീട്ടിലൊക്കെ പോകുമ്പോ പേടിയാ. മരണ വീട്ടിലൊക്കെ പോകുമ്പോ പേടിയാ, ആരും പരിചയക്കാരൻ ചിരിക്കുമോന്ന് ഓർത്തിട്ടെ. നെക്സ്റ്റ് ഫിയർ. അടുത്ത മീനാണ് ഫിയർ. എന്താ അല്ലെ? പേടിയുള്ളത് നല്ലതുമാണ്, ശരിയാണ് അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് പേടിയുള്ളൂ. ഇപ്പൊ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ, പേടിച്ച് ഓടിച്ചില്ലെങ്കിൽ, കുറച്ചത് കെയർ ചെയ്തില്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ? അല്ലേ? അതേപോലെ ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസിന്റെ അവിടെയൊക്കെ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെയും അപകടമാണെന്ന് അറിയാം. അപ്പൊ പ്രത്യേകിച്ച് പ്രഷർ കുക്കറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ചില കാര്യങ്ങളിൽ ഈ ഫിയർ നമുക്ക് നല്ലതാണ് അല്ലെ? ചില കാര്യങ്ങളിൽ ഇതൊക്കെ എല്ലാം എന്ത് ബേസ്ഡ് ആണ്? സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഈ ഇമോഷനൊക്കെ. പേടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. പലരിലും പല രീതിയിലാണ് ഇതിന്റെ തീവ്രത, ഇന്റൻസ് ഉള്ളത് അല്ലെ? ഇപ്പൊ കോമൺ ഫിയർ ഉള്ളവരുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കോമൺ ഫിയർ ഉള്ള കുട്ടികളുണ്ട്. അതായത് ഇപ്പൊ ഇരുട്ട് പേടി, അല്ലെങ്കിൽ എന്താണ് ചില ആൾക്കാരെ കണ്ടാൽ പേടി. ഇപ്പൊ മീശയുള്ള ആൾക്കാരെ കണ്ട പേടിയാണ്, ഇത് ഭയങ്കര വണ്ണമുള്ള ആൾക്കാരെ കണ്ട പേടി, ഉണ്ട കണ്ണുള്ളവരെ കണ്ട പേടി, രാത്രി പേടി, പുറത്തിറങ്ങാൻ പേടി, തീപ്പെട്ടി കത്തിച്ചാൽ പേടി, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പേടികളുള്ള കുട്ടികളുണ്ട് അല്ലെ? ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില പ്ലേസസ് കാണുമ്പോൾ അതല്ല ആ പ്ലേസസിൽ എന്തെങ്കിലും രൂപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടൊരു പേടി, ഇതൊക്കെ കോമൺ ഫിയേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ ഫിയർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഉപകാരപ്പെടാറുണ്ട്. ഒന്ന്, നമ്മുടെ പല പ്രശ്നങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ചിലരെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കുന്ന സിറ്റുവേഷനും എന്താണ്, ഈ പേടി മൂലം ചിലർക്ക് പല അപകടങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ? പേടിച്ച് അമിതമായ പേടി കാരണം എന്താണ് പാനിക് അറ്റാക്ക് ഉണ്ടാവും. പാനിക് അറ്റാക്സ് വരാറുണ്ട്. ബോഡീനെയാണ് അത് നശിപ്പിക്കുന്നത് അല്ലെ? പ്രത്യേകിച്ച് ഈ ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ കാറ്റഗറി ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ അങ്ങനെ അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ നമ്മള് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണെങ്കിൽ എന്താണ്, അങ്ങനെ പേടി ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കോമൺ ഫിയറുകൾ കുറെ സമയം എടുക്കും മാറാൻ. പക്ഷെ ചില ചെറിയ ആവശ്യമില്ലാതാണ് ആവശ്യ പേടികൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലോ ഗെയിംസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതായത് പേടിയുള്ള കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ അവരതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ ഈ ഒരു വികാരത്തിൽ നമുക്ക് ഒരിക്കലും തുടച്ചു നീക്കാൻ പറ്റില്ല. നമ്മുടെ ആവശ്യങ്ങളിലുള്ള പോലെ തന്നെ അല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു ഇമോഷനാണ് എന്ത്? ഭയം എന്ന് പറയുന്നത്. അത് പലരിലും പല വേരിയേഷൻസിലായിരിക്കുള്ളൂ പോകുന്നത്. ഓക്കെ, ഫിയറിന് പല കാറ്റഗറൈസ് ചെയ്ത് പറയാം നമുക്ക്. അമിത ഭയം ഉണ്ടാവും, ഒരു പേടിയില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, ഒരു പേടിയില്ലാത്ത ആൾക്കാരും ഉണ്ട് ഇല്ലേ? കുട്ടികളുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾ കൂടുതലും സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഏജ് ചെല്ലുന്തോറും അതിൽ കണ്ടുവരുന്ന കാര്യമാണ് പബ്ലിക് ആയിട്ട് നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ. ഇത് അവർക്കുള്ളതാണ്. ഇത് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ സംസാരിച്ച് അവർക്ക് മാറ്റാൻ പറ്റും. സ്റ്റേജ് ഫിയർ ഈസ് വെരി ഗുഡ്. സ്റ്റേജ് ഫിയർ ഏറ്റവും മാറ്റേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരാളെ കണ്ട പ്രത്യേകിച്ച് സംസാരിക്കാൻ അറിയില്ല, ഒരു പേടി അല്ലെ? ആളുകൾ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, അത് പേടി മൂലമാണ്. അതൊക്കെ മാറ്റി നമുക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയാം. ഇൻട്രോവേർട്ട് അങ്ങനെയാണ്. പക്ഷേ ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്ട്രോവേർട്ട് ആണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് കുറെ പേടികളുണ്ടാവും അല്ലെ? ഉണ്ടായിരിക്കും. യെസ്. അപ്പൊ ഫിയറും നമ്മളുടെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് മാറ്റിയെടുക്കേണ്ട ഒന്നാണ്. മാറ്റിയെടുക്കേണ്ട പേടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കണം അല്ലെ? അല്ലെങ്കിൽ എന്താണ്, അവർക്ക് തന്നെയാണ് അത് വലുതാവുന്നതിനനുസരിച്ച് കുറച്ചുകൂടി അത് ബുദ്ധിമുട്ടായി മാറും. ദെൻ അതുപോലെ തന്നെ മറ്റൊരു വികാരമാണ് എന്താ? ആങ്കർ. എന്താണ് ആങ്കർ? ആങ്കർ ഇവിടെ പറയുന്ന ഒരു വാക്കാണ് വെരിഡ് ആൻഡ് ഇൻയൂറബിൾ. ഇൻയൂറബിൾ എന്ന് വെച്ചാൽ എണ്ണമറ്റതാണ് അല്ലെ? ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ദേഷ്യം കയറാം. കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എന്താണ്, നിസ്സാര സമയം, ഏറ്റവും ചിരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം കയറില്ല. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യം മതി നമുക്ക് ദേഷ്യം കയറാനായിട്ട്, പെട്ടെന്ന് വരും അല്ലെ? അത് മൊത്തത്തിൽ ഒരാളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, യെസ്. അതായത് നമുക്ക് പല റീസൺ, ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിയിൽ കുട്ടികൾ ദേഷ്യം കാണിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ കാണിക്കാതിരിക്കും, ചില കുട്ടികൾ എന്താണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടികളോട്, അധ്യാപകരോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ?
ഓക്കെ, അതായത് ക്ലാസ് ലെസൺസ് അൺഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ടൈമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ, അതിനകത്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവറേറ്റ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ കുട്ടികളോ കാണിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും, ഇതെല്ലാം തന്നെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉടലെടുക്കുന്നത് അല്ലെ ചിലരെല്ലാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദെൻ പിന്നെ എന്താണ് ഈ ആങ്കർ, ദേഷ്യം ചിലപ്പോ ഒരു രോഗമായി മാറാറുണ്ട്. ആണോ? ദേഷ്യം രോഗമായി മാറാറുണ്ടോ? ആങ്കർ ഉണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം, എന്ത് പറഞ്ഞാലും വരുന്ന ഒരു ദേഷ്യം, അതൊക്കെ ഒരു രോഗമല്ലേ? യെസ്, രോഗമാണ് അല്ലെ. അത് മാനസികമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെയും മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അത്തരത്തിലുള്ള ഒരു തീവ്രത ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഏത് കാര്യങ്ങളിലാണ് പെട്ടെന്ന് ദേഷ്യം തോന്നുന്നത്? എനിക്കാണെങ്കിൽ ഞാൻ വീടൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കി ഇട്ട സമയത്തേക്കാരം മക്കള് സ്നാക്കൊക്കെ തിന്നാനായിട്ട് വരിക. അപ്പൊ നല്ലൊരു ദേഷ്യം വരും. പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് നടക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഓക്കെ, ശരി, നിങ്ങളുടെ കാര്യം അങ്ങനെയാണ് അല്ലെ. നമ്മള് സെൽഫിനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന രീതിയിൽ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഒരു ദേഷ്യം വരും. ശരി, അല്ലെങ്കിൽ ആരെങ്കിലും എന്താ ഇതിങ്ങനെയെന്ന് നമ്മൾക്ക് നമ്മുടെ വീട്ടുകാരെ കാരണം, നമ്മളല്ലാത്ത കാരണം കൊണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നില്ല. ദേഷ്യം വരും. ഓക്കെ, ഇവിടെ നമ്മുടെ ആങ്കറിന്റെ ഭാഗം പറയുമ്പോൾ അധ്യാപകര് ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന പാഠഭാഗങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പ്ലാൻ ചെയ്യണമെന്നുള്ള മോണ്ടിസോറി പറയുന്നുണ്ട്. കാരണം എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷൻ പിടിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരം എബിലിറ്റി ലെവൽസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണെങ്കിൽ എന്താണ്, കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും. ചിലർക്ക് എന്താണ് ഈ ഇഷ്ടമില്ലാത്ത ടോപ്പിക്സ് കേൾക്കുമ്പോഴായിരിക്കും ചില കുഞ്ഞുങ്ങള്, അതായത് ഈ അധികം അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഒരു ബോറിംഗ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കാണിക്കുക. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങൾ കൂടി ഇവിടെ എങ്ങനെയായിരിക്കണം എന്നാണ്, ഇൻട്രസ്റ്റഡ് ആയിട്ട് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ക്യാൻ ഹെൽപ്പ് ദ ചൈൽഡ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഡിസ്ക്രിമിനേഷൻ വരുന്ന സമയത്ത് ആങ്കർ തോന്നാറുണ്ടോ? വിവേചനം കാണിക്കുന്ന സമയത്ത് ഉണ്ട്. ക്ലാസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അല്ലെ. അതാണ് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നതിന്റെ ആദ്യത്തെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ്. ഡിസ്ക്രിമിനേഷൻ കുട്ടികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ. നമുക്ക് മനസ്സിലായാൽ പോലും പെട്ടെന്ന്, ഇപ്പോഴത്തെ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചേട്ടനൊന്ന് ആദ്യം കൊടുത്തു, ചിലപ്പോ അച്ഛൻ വരുന്ന സമയത്ത് ചേട്ടൻ ആയിരിക്കും ഫ്രണ്ടിൽ നിന്നത്, അപ്പൊ ചേട്ടന്റെ കയ്യിലായിരിക്കും ആദ്യം കൊടുത്തത്, പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു വിവേചനമായിട്ട് എടുക്കുന്ന കുട്ടികളുണ്ടായി. അവന് ആദ്യം കൊടുത്തില്ല, ചേട്ടൻ ആദ്യം കൊടുത്തു അല്ലെ. അത് ചെറിയ കാര്യമാണ്, പക്ഷെ അതിനെ ചൊല്ലി അവിടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. 3 വയസ്സായ കുട്ടികൾക്ക് പോലും അത് ആദ്യം ചെയ്യണം, ആദ്യം കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. ഓക്കെ, യെസ്. അപ്പോ നമ്മള് കുട്ടികളുടെ നമ്മുടെ പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ആങ്കർ എന്ന് പറയുന്നത് ഏറ്റവും വളരെ നമ്മള് ബാക്കി ഇമോഷൻസ് പോലെയല്ല. ഈ വികാരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാനായിട്ട് ആങ്കർ എന്നൊരു ഇമോഷൻ ഉണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ ഒരാൾ ഉപദ്രവിക്കാനും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകാനായിട്ട് എന്ത് സഹായിക്കാറുണ്ട്? സഹായകമല്ല, കാരണമാകാറുണ്ട് ആങ്കർ അല്ലെ, ദേഷ്യം. കുഞ്ഞുങ്ങളിലാണെങ്കിലും നമ്മളിപ്പോ ആ സിനിമ കണ്ടിട്ടില്ലേ, എന്റെ വീട് അപ്പൂന്റെ സിനിമയില് ആ കുട്ടി ദേഷ്യം വന്ന സമയത്താണ് കുഞ്ഞിന്റെ മുഖത്ത് സ്പ്രേ ചെയ്തത് അല്ലെ. എന്തായി, കുഞ്ഞ് മരിച്ചുപോയി അല്ലെ. അതൊക്കെ എന്താണ്, ഈ ആങ്കർ എന്നൊരു കോൺസെപ്റ്റ് അല്ലെ. ആങ്കർ എന്ന വികാരം ശരിക്കും പറഞ്ഞാൽ നമ്മള് കൃത്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആളുടെ സ്വഭാവം, പേഴ്സണാലിറ്റി തന്നെയാണ് അത് തകർക്കുന്നത് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് അത് അൺഹെൽത്തി പോലത്തുള്ള ആൾക്കാരൊക്കെ പലതും തന്നെ അവരുടെ സർക്കംസ്റ്റൻസസ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നെന്നാണ് പറയുന്നത്. അല്ല ചിലപ്പോൾ ഒരു അറിഞ്ഞ വെച്ച് ഓൾറെഡി ചെയ്യുന്നതായിരിക്കും, ഓൺ ദ സ്പോട്ട് വരുന്ന ഒരു പ്രോബ്ലം കാരണം, സർക്കംസ്റ്റൻസസ് കാരണം അവർ ക്രിമിനലായി പോകുന്നവരും ഉണ്ട് പലരും. അതെ അതെ അതെ, യെസ്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻസിലാണ് ദേഷ്യം വരുന്നത് അല്ലെ. സംതൃപ്തി അല്ലാണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് കുറച്ച് സമയത്തിനുള്ളത് മാറും, ചിലർക്ക് എന്താണ് ആങ്കർ പോവില്ല. അത് അവരുടെ ചെറുപ്പകാലം മുതലേ നമ്മളത് മാറ്റിയെടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ അമിതമായിട്ട് ദേഷ്യം, റെസ്റ്റ്ലെസ് ആയിട്ട് ഭയങ്കര ആങ്കർ കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളതിനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോട്ടീസ് ചെയ്യണം.
അങ്ങനത്തെ ഒരു തീവ്രത കുഞ്ഞ് കാണിക്കുമെങ്കിൽ നോട്ടീസ് ചെയ്യുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അത് അവർക്കും ഒരേപോലെ തന്നെ ഫാമിലിക്കും തന്നെ അത് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ ആങ്കർ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ഇമോഷൻസ് ആണ്. അപ്പൊ വരെടുത്തു ആങ്കർ വരെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആങ്കർ വരെ ഒന്ന് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് വായിച്ചിട്ട് പോരാ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എടുക്കുന്നത് ഒരു നീഡിന്റെ കോൺസെപ്റ്റ് തിയറി ആണ്. മാസ്ലോവിന്റെ നാളെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. മാം. താങ്ക് യു. സൈൻ ഔട്ട് വേണ്ട കേട്ടോ, സമയം കഴിഞ്ഞു.